വെൽക്കം ടു സിൻഡോ ബുട്ടി. ഇതേക്കണ്ട അടുത്തൊരു സെറ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറേ സെറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതേ നല്ലൊരു കോട്ടൺ അജ്രക്കാണ് കേട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത്. പ്രിന്റാണേ, നല്ല കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ. ഇതേ കണ്ടുപിടിക്കുമ്പോൾ ഇത്ര അങ്ങനെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അജ്രക്കാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഷെയ്ഡ് കണ്ടില്ലേ, നല്ലൊരു എല്ലാവർക്കും മാച്ച് ചെയ്യുന്നൊരു ബ്ലാക്ക്, ബ്രിക്ക് റെഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്, പ്രിന്റിൽ വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ ഇങ്ങനെ വരും. ഈ ഓപ്പോഷനിൽ ഈ ഒരു ഫ്ലവർ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സർദോസിയും ബീഡ് ത്രെഡൊക്കെ വെച്ചിട്ടാണ്. ഇതേ കണ്ടോ, കണ്ടോ, ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നിങ്ങൾ ഈ ലൈൻ ഇതൊക്കെ കാണുന്നത്, ഇതൊക്കെ ബീഡ്സും സർദോസിയൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്, സിമ്പിളാണ്, പക്ഷെ കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു സെറ്റാണ്. ഇതിൻ്റെ താഴത്തെ പോർഷൻ, അതായത് ഒരു ഇത്രയും ഇതുണ്ടോ, ഇങ്ങനൊരു ബോർഡർ വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ലെങ്ത്താണ്, 2.5 മീറ്ററാണ് ടോപ്പ് ബോട്ടം ലെങ്ത് വരുന്നത്. ദുപ്പട്ട 2.5 ഇല്ല, എന്നാലും 2.30 അത്രയും അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ലെങ്ത് ഞങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നിങ്ങൾ, കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നതാണ്, നല്ലൊരു ബ്രിക്ക് റെഡിൽ വരുന്ന നല്ലൊരു കോട്ടൺ ദുപ്പട്ടയാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇങ്ങനെ ഇടുമ്പോൾ അതേ കണ്ടില്ലേ, ഇത് 2 സൈഡ് കിട്ടുന്നതുണ്ടോ. അതെ, അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്, ഒത്തിരി ലെങ്ത് കുറവൊന്നുമില്ല. പക്ഷെ 2.5 മീറ്റർ അങ്ങോട്ട് ഫുള്ളായിട്ട് ഇല്ലാന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ല നിങ്ങളത് 2.5 മീറ്റർ എന്ന് വെച്ചൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പറയണല്ലോ, അതുകൊണ്ടാണ്. ടോപ്പും ബോട്ടും, ബോട്ടം ഇത് 2.5 മീറ്റർ ആണ്, ടോപ്പ് 2.5 മീറ്റർ ആണ്. ദുപ്പട്ട മാത്രമാണ് 2.5 ഒരു 10 ഇത് കുറവ്, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയൊരു ലെങ്ത് കുറവൊന്നും ദുപ്പട്ടയ്ക്കില്ല. അതെ, ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു സെറ്റാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1500, അതായത് 1500 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു സെറ്റാണ് കേട്ടോ. കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അജറക് പ്രിന്റിൽ വന്നിരിക്കുന്ന, ഇതിൽ വന്നിരിക്കുന്ന ഇത് ശരിക്കും അപ്ലിക് വർക്ക് പോലെ തോന്നി കേട്ടോ. പക്ഷെ അപ്ലിക് വർക്കിൻ്റെ പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. കട്ട് കഴിഞ്ഞ് ശരിക്കും ഇങ്ങനത്തെ അപ്ലിക് വർക്കുള്ള ദുപ്പട്ട ഇറങ്ങിയായിരുന്നേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും അതിൻ്റെ പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. നല്ലൊരു കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു സെറ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ലൈനിങ് വേണമെങ്കിൽ ഇടാം, ഇഷ്ടമില്ലാത്തവർ ഇടണമെന്നില്ല. പക്ഷേ ഒരു സിമ്പിൾ ലൈനിങ് ഇട്ടാൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും തുണിക്കൊരു ഉറപ്പാണ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. പെട്ടെന്നൊന്നും കേടാവില്ല. നമ്മൾ സ്റ്റിച്ചിങ് ചാർജൊക്കെ ഇത്രയും കൊടുത്ത് ചെയ്യിക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് ലാസ്റ്റ് ചെയ്യണം, കുറച്ച് നാളെങ്കിലും ഒന്ന് ലാസ്റ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടി ലൈനിങ് ഇട്ട് തയ്ക്കാൻ തന്നെ എപ്പോഴും നല്ലൊരു കട്ടിങ്ങിനൊക്കെ ഒരു ഫിനിഷിങ് വരും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കും ലൈനിങ് ഇട്ട് തയ്ച്ചിടുന്നത്. നമ്മൾ ഇടുമ്പോഴും അതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണും ആ ലൈനിങ്ങിലിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെ, നല്ലൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോ കേട്ടോ. അതെ, ഇതേപോലെ ഇങ്ങനെ ബുക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്, എത്തുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. നല്ല നല്ല പാർട്ടി വെയറൊക്കെ ആയിട്ടും എല്ലാം പല ടൈപ്പിലാണ് കേട്ടോ ബുക്കിംഗ് പോയിരിക്കണം. നമ്മൾ ഏതൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് തരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അപ്പോൾ ഇങ്ങനെ ബുക്ക് ചെയ്ത് ഇടുകയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നാളെ ഇനി എന്താ വരിക എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. കാരണം അവർ അയച്ചു തരുന്ന സാധനം എൻ്റെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്യുന്ന ക്രമം അനുസരിച്ചൊന്നുമല്ല നമ്മുടെ കയ്യിൽ സാധനങ്ങൾ വരുന്നത്. അതാണ് പലരും പല കൊറിയറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഡിലേ വരും നമുക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലേ, അതുകൊണ്ട് ഞാനൊന്നും ഒരു ഡേറ്റ് പറയാത്ത, കൈ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഇടുന്നത് അതാണ് കേട്ടോ. അതേ കണ്ടോ, നല്ലൊരു സെറ്റാണ് കേട്ടോ. നമുക്ക് കോട്ടണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സെറ്റാണ്. കോട്ടത്തിൻ്റെ തുണിയും ഒരു നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു പ്ലെയിൻ ടോപ്പ് തയ്ക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞ ഒത്തിരി സാരിയുടെ കളക്ഷൻ ഉണ്ട്, വെറൈറ്റി സൈസാണ് കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞ എല്ലാം ഹാൻഡ് പിക്ഡ് ആണ് ഐറ്റംസ്. സെറ്റ് ആയാലും സാരി ആയാലും ഒക്കെ ഹാൻഡ് പിക്ഡ് ഐറ്റംസ് ആണ്. അപ്പോൾ പെട്ടെന്ന് പോലെ സാരിയോ ചുരിദാറിൻ്റെ സെറ്റ് എന്തോ നമുക്ക് സെലക്ട് ചെയ്ത് പോവാം കേട്ടോ. ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ താങ്ക് യു.